സോ എനിമി ലവേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. സോ ഈ എപ്പിസോഡോട് കൂടിയിട്ട് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ സീസൺ 1 ഇവിടെ അവസാനിക്കുകയാണ്. സോ ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ ഫാൻസിന് ഇതൊരു സങ്കടമുള്ള വാർത്തയാണെന്നറിയാം. പക്ഷേ നമ്മളിതിൻ്റെ മാൻഗ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാൻഗ എക്സ്പ്ലനേഷൻ കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പം നമുക്ക് ഇതിൻ്റെ കഥയിലോട്ട് കിടക്കാം. സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആർത്തറും ജാസ്മിനും സൈറസ് അഡ്വഞ്ചേഴ്സ് ഗിൽഡിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടി ഇവരോട് പറയുന്നുണ്ട്, സൈറസ് അഡ്വഞ്ചേഴ്സ് ഗിൽഡിലേക്ക് സ്വാഗതം, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അപ്പം നമ്മുടെ ജാസ്മിൻ വല്ലാത്തൊരു നോട്ട് അവിടെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനിവനെ ഒരു റാങ്ക് പരീക്ഷയ്ക്കായിട്ട് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ പെൺകുട്ടി ഇവരെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, രാജകുടുംബത്തിൻ്റെ സ്വാധീനം എൻ്റെ കുടുംബത്തിലേക്ക് എത്താതിരിക്കാൻ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കാൻ തീരുമാനിച്ചു. സോ അങ്ങനെ ഇവർ ഈ അഡ്വഞ്ചേഴ്സ് ഗിൽഡിൻ്റെ ലീഡറിൻ്റെ റൂമിലേക്ക് എത്തുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, സാർ, എ ക്ലാസ് അഡ്വഞ്ചർ ജാസ്മിൻ ഒരു കുട്ടിയെ റാങ്ക് പരീക്ഷയ്ക്കായിട്ട് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം, എൻ്റെ പേര് കാസ്പിയൻ ബ്ലഡ് ഹാർട്ട്, ഞാനാണ് ഈ അഡ്വഞ്ചേഴ്സ് ഗിൽഡിൻ്റെ ലീഡർ. സോ ഒരു അഡ്വഞ്ചർ ആവാനുള്ള പ്രാക്ടിക്കൽ ടെക്സ്റ്റിന് മുമ്പ് നിങ്ങളൊരു റിട്ടേൺ ടെക്സ്റ്റും അതുപോലെ നിങ്ങളുടെ മാനക്കോറ് പരിശോധിക്കുകയും വേണം. പക്ഷേ മിസ് ജാസ്മിൻ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ നടപടിക്രമങ്ങളെല്ലാം ഒഴിവാക്കാം. എന്നിട്ട് കാസ്പിയൻ ജാസ്മിനോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അച്ഛനെ അടുത്തിടെ കണ്ടു മിസ് ജാസ്മിൻ. എന്നിട്ട് കാസ്പിയൻ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ഒരു അഡ്വഞ്ചർ ആവാൻ വേണ്ടിയിട്ട് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ പേര് നോട്ട്. സോ ഇപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ പേര് മാറ്റിയിട്ടാണ് പറയുന്നത്. സോ എന്നിട്ട് നമ്മുടെ ആർത്തർ കാസ്പിയന് കൈ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ വളരെ സ്ട്രോങ് ആണ്. സോ അതിനുശേഷം കാസ്പിയൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് എക്സാം നടക്കുന്ന ഹാളിലേക്ക് പോകാം. സോ അങ്ങനെ അവർ എക്സാം നടക്കുന്ന സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ആർത്തർ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ, നിനക്ക് ഈ ഗിൽഡിൻ്റെ ലീഡറിനെ പരിചയമുണ്ടോ? അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് ഈ ഗിൽഡുമായിട്ട് നല്ല ബന്ധമുണ്ട്, ആ വഴിയിൽ എനിക്ക് ഇയാളെ പരിചയമുണ്ട്. സോ അങ്ങനെ ഇവർ ഈ എക്സാം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ആ എക്സാമിനർ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നിൻ്റെ മാനയും അതുപോലെ സ്പെല്ലിൻ്റെ സ്പീഡും എല്ലാം അടിപൊളിയായിരുന്നു, പക്ഷേ നിനക്ക് ഡിഫെൻസ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഡയാൻ വൈറ്റ് ഹാൾ ഞാൻ നിനക്ക് സി ക്ലാസ് തരുന്നു. സോ അതിനുശേഷം മറ്റൊരു എക്സാമിനർ അടുത്ത ആളുടെ പേര് വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് എലീജ നൈറ്റ്. അപ്പോൾ ഒരു കുട്ടി എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു നിമിഷം നിൽക്കൂ. എന്നിട്ട് അയാൾ മറ്റ് എക്സാമിനറുമായി ചർച്ച ചെയ്യുന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, എലീജ നൈറ്റ്, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഇവിടെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ബി ക്ലാസ് തരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എല്ലാം ഷോക്കാവുന്നുണ്ട്. കാരണം എക്സാം പോലും നടത്താതെ അവന് നേരിട്ട് തന്നെ ബി ക്ലാസ് കൊടുത്തു. സോ അതിനുശേഷം ആ എക്സാമിനർ അടുത്ത ആളെ വിളിക്കുന്നു. അടുത്തതായിട്ട് ലൂക്കാസ് വൈക്സ്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, അവനെ ചെയ്തതുപോലെ എൻ്റെ ഫൈറ്റും സ്കിപ്പ് ചെയ്തിട്ട് എന്നെ നേരെ എ ക്ലാസ്സിലിട്ടൂടെ മിസ് എക്സാമിനർ. അപ്പോൾ ആ എക്സാമിനർ പറയുന്നുണ്ട്, ലൂക്കാസ് വൈക്സ് 11 വയസ്സ്, കോൺജുറർ, ലൈറ്റ് ഓറഞ്ച് ഘട്ടത്തിൽ, സ്പെഷ്യൽ എലമെൻറ്റ് ഫയർ, ഞാൻ പറഞ്ഞെല്ലാം ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ലൈറ്റ് ഓറഞ്ചോ, ഇത്രയും ചെറിയ പ്രായത്തിലോ? അപ്പോൾ നമ്മുടെ ആർത്തർ ലൂക്കാസിൻ്റെ ചെവി കണ്ട് ചിന്തിക്കുന്നുണ്ട്, ടെസിയുടെ ചെവി പോലെ ഇവനൊരു എൽഫാണോ? അപ്പോൾ ലൂക്കാസ് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ ഫയർ ഗാർഡിയൻ പുറത്തേക്ക് വരൂ. അപ്പോൾ വലിയൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ആ എക്സാമിനർ അവരുടെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ രൂപത്തെ മണ്ണുകൊണ്ട് മൂടുന്നു. സോ അപ്പോൾ നമ്മുടെ ലൂക്കാസ് ആ മണ്ണിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ എക്സാമിനർ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അവന് തന്നെ അവൻ്റെ ഫയർ മാജിക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഫയേഴ്സ് എല്ലാം ഓഡിയൻസിൻ്റെ അടുത്തോട്ടും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാമിനർ അവരുടെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ ഫയറിനെല്ലാം അണയ്ക്കുന്നു. സോ എന്നിട്ട് എക്സാമിനർ ലൂക്കാസിനോട് പറയുന്നുണ്ട്, നിൻ്റെ മാനയുടെ അളവിലും ഉയർന്ന തലത്തിലുള്ള ഫയർ സ്പെൽസിൻ്റെ ഉപയോഗത്തിലും എനിക്ക് നിൻ്റെ കഴിവുകൾ മനസ്സിലായി. അപ്പോൾ ലൂക്കാസ് അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് എക്സാമിനർ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ സ്വോർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുന്നു. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, ഇവനേതാണ്, ഈ എക്സാം ഇൻവാലിഡ് ആക്കണം, കാരണം എൻ്റെ എക്സാമിൽ വേറൊരുത്തൻ ഇടപെട്ടു. അപ്പോൾ മറ്റേ എക്സാമിനർ പറയുന്നുണ്ട്, നീയാണ് റൂൾസ് തെറ്റിച്ചത്, എക്സാം കഴിഞ്ഞതിന് ശേഷം നീ അറ്റാക്ക് ചെയ്തു. അപ്പോൾ മറ്റേ എക്സാമിനർ പറയുന്നുണ്ട്, ഇതാണ് നിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, അതുകൊണ്ട് ഞാൻ നിനക്ക് ഡി ക്ലാസ് തരുന്നു.
അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെല്ലാം ഓർത്തിരിക്കും, ഞാൻ ഈ കാര്യം എൻ്റെ അച്ഛനോട് പോയി പറയും. സോ അതിനുശേഷം നമ്മുടെ ആർത്തറിനെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ആർത്തർ അല്ല നോട്ട് ഗുഡ് ലക്ക്. സോ അപ്പോൾ എക്സാമിനർ പറയുന്നുണ്ട്, ഇവനെ പറ്റി യാതൊരു വിവരവുമില്ല, ഇവൻ സ്പെഷ്യൽ കണ്ടീഷനിലുള്ള തോന്നുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ ആ എക്സാമിനറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അവനിൽ നിന്ന് ഒരു പ്രത്യേകതരം ഔറ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിനർ അത് കണ്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ പിന്നീന്ന് കാസ്പിയൻ പറയുന്നുണ്ട്, ഈ കുട്ടിയെ ഞാൻ പരീക്ഷിക്കാം. അപ്പോൾ ജോർജ് പറയുന്നുണ്ട്, സാറിനെ പോലത്തെ എ ക്ലാസ്സിലുള്ള ഒരു അഡ്വഞ്ചർ ഒരു കുട്ടിയെ പരീക്ഷിക്കാനോ? അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, ജോർജ്, ഞാൻ നിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുകയല്ല, പക്ഷേ ഇവൻ്റെ സ്പോൺസറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കാസ്പിയൻ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിതിൽ കുഴപ്പമില്ലല്ലോ നോട്ട്? അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ വ്യക്തി സാപ്പിനിലെ ഏറ്റവും വലിയ ഗിൽഡിൻ്റെ ലീഡർ മാത്രമല്ല, സ്വയം ഒരു എ ക്ലാസ് അഡ്വഞ്ചർ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ അയാൾ ഈ പരീക്ഷയെ ഒരു സാധാരണ പരീക്ഷയാക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർത്തർ ചിരിക്കുന്നു. സോ എന്നിട്ട് ഇവരുടെ ഫൈറ്റ് ആരംഭിക്കുന്നു. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച പെൺകുട്ടി ആർത്തറിനോട് പറയുന്നുണ്ട്, കൺഗ്രാജുലേഷൻസ്, നിങ്ങളിപ്പോൾ ഒരു ബി ക്ലാസ് അഡ്വഞ്ചറായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ആർത്തറിന് കൊടുക്കുന്നു. സോ ഈ കാർഡാണ് അഡ്വഞ്ചേഴ്സ് കാർഡ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഒഫീഷ്യലായിട്ട് അഡ്വഞ്ചറായി എന്ന് പറയാൻ പറ്റൂ. സോ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആർത്തർ, നീ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു അഡ്വഞ്ചറായി. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് എക്സാമിനർമാരും, അതായത് എമിലിയും ജോർജും കാസ്പിയനോട് ചോദിക്കുന്നുണ്ട്, സാർ, എന്താണ് ഇവിടെ നടക്കുന്നത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഇന്ന് കുറേയധികം പേര് ബി ക്ലാസ്സിലെത്തി, കഴിഞ്ഞ 4 മാസമായിട്ട് ഒരാൾ പോലും ബി ക്ലാസ്സിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, 6 മാസങ്ങൾക്ക് മുമ്പ് സൈറസിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ എമിലി പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണോ? അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, ഇനി തൊട്ടിട്ട് എൽഫ്സിനും അതുപോലെ ഡ്വാർസിനും സാപ്പിനിലെ ലൈസൻസ് ഉള്ള അഡ്വഞ്ചേഴ്സ് ആവാൻ പറ്റും. സോ ഇതിനു മുമ്പ് എൽഫ്സിനും അതുപോലെ ഡ്വാർസിനും ഹ്യൂമൻ കിങ്ഡത്തിൽ ലൈസൻസ് ഉള്ള അഡ്വഞ്ചേഴ്സ് ആവാൻ പറ്റിയിരുന്നില്ല. അതായത് ഹ്യൂമൻ കിങ്ഡത്തിൽ ഹ്യൂമൻസിന് മാത്രമേ ലൈസൻസ് ഉള്ള അഡ്വഞ്ചേഴ്സ് ആവാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടന്നതിന് ശേഷം ഈ 3 വംശങ്ങളും, അതായത് എൽഫ്സും ഡാർസും ഹ്യൂമൻസും തമ്മിലുള്ള അടുപ്പം വളരെ കൂടിയിരിക്കുന്നു. സോ അതുകൊണ്ടിപ്പോൾ എൽഫ്സിനും അതുപോലെ ഡാർസിനും ഹ്യൂമൻ കിങ്ഡത്തിൽ ഒരു ലൈസൻസ് ഉള്ള അഡ്വഞ്ചേഴ്സ് ആവാൻ പറ്റും. സോ ഇന്ന് പങ്കെടുത്തവരിൽ കുറച്ച് പേര് ഹ്യൂമൻസ് അല്ല, അവർ എൽഫ്സും ഡാർസും ആണ്. അപ്പോൾ ജോർജ് പറയുന്നുണ്ട്, സാറെന്താണ് പറയുന്നത്, ഇന്ന് പങ്കെടുത്തവരിൽ എൽഫ്സും അതുപോലെ ഡാർസും ഉണ്ടെന്നാണോ? അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, ലൂക്കാസ് വൈക്സ് അവനൊരു ഹാൾഫ് എൽഫാണ്, അവൻ താമസിക്കുന്നത് സാപ്പിനിലാണ്. അവൻ്റെ ജനനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും അറിയില്ല, പക്ഷേ ഞാൻ ഊഹിക്കുകയാണെങ്കിൽ അവൻ ഏതെങ്കിലും അടിമയായിട്ടുള്ള എൽഫിന് ജനിച്ചതായിരിക്കും. പിന്നെ വൈക്സ് ഹൗസിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, അവരുടെ ഹൗസിന് മികച്ചൊരു മേജിന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് നീചമായ പ്രവൃത്തിയും ചെയ്യും. അതായത് അവർക്ക് എൽഫ്സെന്നോ ഡാർസെന്നോ ഇല്ല, അവരുടെ ഹൗസിന് ഒരു മികച്ച മേജിന് കിട്ടിയാൽ മതി. സോ അവൻ്റെ ശക്തി യഥാർത്ഥ യുദ്ധങ്ങളിലൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനൊരു അഡ്വഞ്ചർ ആവാൻ തീരുമാനിച്ചത്. അതുമാത്രമല്ല, ശക്തി വർദ്ധിപ്പിക്കാനുള്ള എലിക്സറുകൾ, പോർഷൻസ്, അതുപോലെ ബീസ്റ്റ് കോഴ്സ് അതൊന്നും ഉപയോഗിക്കാതെ അവനവൻ്റെ ശക്തി സ്വന്തമായി നേടിയെടുക്കണമെന്ന് അവൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എമിലി പറയുന്നുണ്ട്, എലീജ നെയ്റ്റ്, അവൻ്റെ കഴിവുകളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ജോർജ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവൻ്റെ പരീക്ഷ പോലും നടത്താതെ നേരെ ബി ക്ലാസ്സിലിട്ടത്? അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, എലീജ നെയ്റ്റിൻ്റെ മാന വേക്ക് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ, എന്നിട്ടും അവൻ ഡാർക്ക് റെഡിലെത്തി. അതുമാത്രമല്ല, അവൻ്റെ കഴിവുകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവനെ സ്പോൺസർ ചെയ്ത വ്യക്തിയെ എനിക്ക് നിരാകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അവനൊരു ഹ്യൂമണാണ്, പക്ഷേ അവൻ വളർന്നതെല്ലാം ഡാർവി കിണ്ഡത്തിലാണ്. അവനെ ഡാർവി കിണ്ഡത്തിൽ നിന്ന് ഹ്യൂമൻ കിണ്ഡത്തിലേക്ക് അധിവസിപ്പിക്കുന്നതിന് വേണ്ടി അയച്ചതാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് പരിപാടി നടന്നതിന് ശേഷം ഈ 3 വംശങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഡാർസി കിണ്ഡത്തിൽ നിന്ന് അവിടുത്തെ ആളുകളെ ഹ്യൂമൻ കിണ്ഡത്തിലേക്ക് താമസിക്കാൻ വേണ്ടി അയക്കുന്നുണ്ട്. അതുപോലെ അയച്ചതാണ് എലീജയെ. സോ അപ്പോൾ ജോർജ് ചോദിക്കുന്നുണ്ട്, ആ മാസ്ക് ഇട്ട ഓഗുമെൻ്റർ അവനെക്കുറിച്ചോ? അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, നോട്ടിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ ഒരു കാര്യം അറിയാം, അവനൊരു എൽഫോ അല്ലെങ്കിൽ ഒരു ഡാർഫോ അല്ല. അവനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഫയർ മേജസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെയിംസ്വർത്ത് ഹൗസാണ്. അപ്പോൾ ജോർജ് പറയുന്നുണ്ട്, വെറുതല്ല അവൻ്റെ ഫയർ മേജിക് നന്നായി ഉപയോഗിക്കുന്നത്.
അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, അതല്ല അവൻ്റെ സ്വോർഡ് ആർട്ടാണ് അവനൊരു ഭീകരനാക്കുന്നത്. അവൻ്റെ ചില സമയത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ അവൻ അവൻ്റെ സ്വന്തം ബോഡിയായിട്ട് ഇതുവരെയും പൊരുത്തപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അവൻ വലുതാവുമ്പോൾ എത്രത്തോളം ഭീകരനാവുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സോ അപ്പോൾ നമ്മുടെ ആർത്തർ കാസ്പിയനുമായിട്ടുള്ള ഫൈറ്റ് ഓർക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആർത്തർ നീ ഓക്കെ അല്ലേ? അപ്പോൾ ആർത്തർ ഓക്കെ എന്ന് പറയുന്നു. സോ അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, കാസ്പിയനുമായിട്ടുള്ള ഫൈറ്റിന് ശേഷം ഞാൻ ഈ ലോകവുമായി പരിചിതമായതുപോലെ തോന്നുന്നു. ഈ ലോകത്ത് ഞാൻ നേടിയ കഴിവുകളിൽ ഞാൻ അത്രമാത്രം മുഴുകിപ്പോയി. എൻ്റെ മുൻജന്മത്തിൽ ഞാൻ മികവ് പുലർത്തിയിരുന്ന സൂക്ഷ്മമായ പരിശീലനത്തെക്കുറിച്ച് ഞാൻ മറന്നു. സോ അപ്പോൾ നമ്മുടെ ആർത്തർ നടന്നു പോകുമ്പോൾ എലീജ നൈറ്റിനെ ഇടിക്കുന്നു. അപ്പോൾ അവൻ സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലീജ നൈറ്റ് പറയുന്നുണ്ട്, നീ എന്തിനാണ് അവനെ തടഞ്ഞത്? നീ തടഞ്ഞില്ലെങ്കിൽ ഞാൻ അവനെ തടയുമായിരുന്നു. അപ്പോൾ ലൂക്കാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? അതോ ഞാനറിയാതെ നിങ്ങൾ ബി ക്ലാസ്സിലുള്ള മീറ്റിംഗ് നടത്തുകയാണോ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നിയമങ്ങൾ ലംഘിക്കുന്നവരെ ഞാൻ ക്ഷണിക്കാറില്ല. അപ്പോൾ നമ്മുടെ ലൂക്കാസ് ആർത്തറിൻ്റെ ഷോൾഡർ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരേ റാങ്കിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ മാന ലെവൽസ് വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ ശരിക്കും കുട്ടികളാണോ? അപ്പോൾ എലീജ നൈറ്റ് പറയുന്നുണ്ട്, ആളുകളുടെ ശ്രദ്ധ നമ്മൾ ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. സോ അപ്പോൾ നമ്മുടെ ലൂക്കാസ് ആർത്തറെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വീണ്ടും അത് ചെയ്യാൻ സമ്മതിക്കില്ല. എന്നിട്ട് അവൻ അവിടുന്ന് പോകുന്നു. സോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ആർത്തർ നമുക്ക് പോയാലോ? അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട്? അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ ഉണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഗേറ്റ് കടന്നുകൊണ്ട് നമ്മുടെ ജാസ്മിനും അതുപോലെ ആർത്തറും പുതിയൊരു സ്ഥലത്തോട്ട് എത്തുന്നുണ്ട്. ബീസ്റ്റ് ഗ്ലൈഡ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലം വളരെ ശാന്തമാണല്ലോ? അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഈ പ്രദേശം ഇതിനോടകം തന്നെ പരിവേഷണം ചെയ്തു കഴിഞ്ഞു. ലോവർ ക്ലാസ് അഡ്വഞ്ചേഴ്സ് അവരുടെ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ പരിശീലിക്കാനും ഈ സ്ഥലം ഉപയോഗിക്കുന്നു. ഇവിടെ പോകുന്നതിൽ നമുക്കൊരു പ്രയോജനമില്ല. നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഏകദേശം ഒരു ദിവസം മുഴുവൻ എടുക്കും. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് ഓടുന്നു. സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ജാസ്മിൻ ഇത്രയ്ക്കും വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും ഇന്നത്തെ എൻ്റെ കുറേ ഡിസിഷൻസ് എല്ലാം തെറ്റിപ്പോയി. സോ അപ്പോൾ നമ്മുടെ ആർത്തർ കാസ്പിയനായിട്ടുള്ള ഫൈറ്റ് ഓർക്കുന്നു. അപ്പോൾ അവൻ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ വളരെ ഫാസ്റ്റാണ്. ഇവൻ എൻ്റെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ മുഴുവൻ കഴിവ് എടുത്തുകൊണ്ട് കാസ്പിയനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ കാസ്പിയൻ അത് തടയുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എവിടെയാണ് തെറ്റിയത്? സോ അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശമൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ബീസ്റ്റ് വരുന്നുണ്ട്. ആ ബീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരനെല്ലാവരെയും ആക്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഈ ബീസ്റ്റ് ഉൾക്കാട്ടിലുള്ളതാണ്. ഈ ബീസ്റ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്? സോ അപ്പോൾ ആ ബീസ്റ്റ് നമ്മുടെ ജാസ്മിൻ്റെ ആർത്തറിൻ്റെ അടുത്തോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിനും ആർത്തറും ഒരേ സമയത്ത് ചാടുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് പറയുന്നുണ്ട്, ആർത്തർ നീ ഓടിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് നമ്മുടെ ജാസ്മിൻ ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഫൈറ്റിൽ നമ്മുടെ ജാസ്മിൻ തെറിച്ച് വീഴുമ്പോൾ നമ്മുടെ ആർത്തർ ജാസ്മിനെ പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് പറയുന്നുണ്ട്, താങ്ക് യു ആർത്തർ. സോ അപ്പോൾ ആ ബീസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന മറ്റാൾക്കാരനെ ആക്രമിക്കാൻ പോകുമ്പോൾ നമ്മുടെ ജാസ്മിൻ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, നിനക്കത് ചെയ്യാൻ ഇനിയും കഴിയും. ഞാനാ തെറ്റ് ഇനി ആവർത്തിക്കില്ല. അപ്പോൾ നമ്മുടെ ജാസ്മിനും ആർത്തറും ഒരുമിച്ച് പറയുന്നുണ്ട്, എനിക്ക് വീണ്ടും തെറ്റുപറ്റിക്കാൻ കഴിയില്ല. എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ ഫയർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അവൻ്റെ അറ്റാക്കിൽ ആ ബീസ്റ്റ് ഡിഫീറ്റ് ആകുന്നുണ്ട്. സോ അതിനുശേഷം നമ്മുടെ ജാസ്മിൻ ആർത്തറിനെ കബളിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരമാണ് നടന്നത്. നീ എൻ്റെ പുറകിൽ നിന്നിട്ട് പേടിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും അത് പറയേണ്ട സ്ഥലമല്ല ഇത്. അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡ് ചിന്തിക്കുന്നുണ്ട്, എന്നോട് പറയൂ ഞാൻ എവിടെയാണ് തെറ്റായ ഡിസിഷൻ എടുത്തത്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാനൊരു അഡ്വഞ്ചറായത് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാണ്. കാരണം എൻ്റെ ഫാമിലി ഫ്ലെയിംസ്വർത്ത് ഫാമിലി ഈ രാജ്യത്തെ തന്നെ മികച്ച ഫയർ മേജേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫാമിലിയാണ്. ഞാനാണ് ആ ഫാമിലിയിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ മാന ഫേക്ക് ചെയ്തത്. പക്ഷേ എനിക്ക് ഫയർ എലമെൻറ്റ് ഉപയോഗിക്കാൻ അറിയില്ല എന്നറിഞ്ഞപ്പോൾ അവരെന്നെ ഒന്നിനും കൊള്ളില്ലാത്തവൾ എന്ന് വിളിച്ചു. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അത് വളരെ വിചിത്രമാണ്. മാനാക്കോറിന് അതിൻ്റെ ശക്തിയുടെ ലെവൽസ് ഉണ്ട്, പക്ഷേ എലമെൻസിന് അതിൻ്റെ ലെവൽസ് ഇല്ല. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പം നമ്മുടെ ജാസ്മിൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ആർത്തർ
നീ എപ്പോഴും കാമായിട്ടാണ് ഇരിക്കാറ്. നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇത്ര ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. സോ അപ്പോൾ നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, അവളെൻ്റെ മുൻ ജീവിതത്തെ ഓർമ്മിപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ മുൻ ലോകത്ത് ഒന്നിനും കൊള്ളാത്തവനായിരുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അത് വളരെ ക്രൂരമാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇന്ന് നീ ആ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, അതുപോലെ ഞാനും പണ്ട് ഫൈറ്റ് ചെയ്തിരുന്നു. അപ്പോഴെന്നെ ടിൻ ഹോൺസിലത്തെ അംഗങ്ങൾ ശകാരിച്ചിരുന്നു. കാരണം എനിക്കെങ്ങനെ സഹകരിക്കണം, എനിക്ക് നിങ്ങളുടെ വിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കണം ഒന്നും അറിയില്ലായിരുന്നു. അതെല്ലാം എന്നെ ടിൻ ഹോൺസ് അംഗങ്ങൾ പഠിപ്പിച്ചു തന്നു. അവരെ കണ്ടതു മുതൽ എൻ്റെ ജീവിതം മാറി. എന്നിരുന്നാലും ഇപ്പോഴും ചിലപ്പോഴൊക്കെ അവരെന്നെ ശകാരിക്കാറുണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രാജാവ് ചിന്തിക്കുന്നുണ്ട്, എനിക്കെൻ്റെ പഴയ വേൾഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് മാറാൻ കഴിയുമോ? കഴിയും, എനിക്ക് മാറാൻ കഴിയും. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി മുതൽ അങ്ങനെ എനിക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയും. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടെസിയനെ കാണിക്കുന്നു. അവളൊരു ഉറപ്പ് വെച്ചുകൊണ്ട് നമ്മുടെ ആർത്തറെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആർത്തർ ഒരു പെണ്ണിൻ്റെ ഒപ്പമാണല്ലേ യാത്ര ചെയ്യുന്നത്, അവനെപ്പോഴും പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്നേ. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഉറപ്പ് നിലത്ത് വീഴാൻ പോകുന്നുണ്ട്. സോ അപ്പോൾ അവിടേക്ക് വിരിയോൺ മുത്തശ്ശൻ വന്ന് പറയുന്നുണ്ട്, നീ ആർത്തറിനെ ഇപ്പോഴും നിരീക്ഷിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ടെസിയ പറയുന്നുണ്ട്, മുത്തശ്ശൻ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്, സോറി എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഉറപ്പ് മുത്തശ്ശന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വിരിയോൺ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആർത്തർ എന്തെങ്കിലും പുതിയത് ചെയ്യുമ്പോൾ നിനക്ക് അവനോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിനക്കും എന്തെങ്കിലും ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിരിയോൺ മുത്തശ്ശൻ ടെസിയക്ക് ഒരു പുസ്തകം കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ടെസിയക്ക് ഈ പുസ്തകം കൊടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ സൈറസ് അക്കാദമിയിൽ പഠിപ്പിക്കാൻ വിടാനാണ്. സോ ആ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ശേഷം എൽസിനും അതുപോലെ ഡാർസിനും ഹ്യൂമൻ കിൻഡത്തിൽ ഒരു സ്റ്റുഡൻസ് ആവാനും പറ്റും. സോ നമ്മുടെ ടെസിയ ഇപ്പോൾ സൈറസ് അക്കാദമിയിൽ പഠിക്കാൻ പോവുകയാണ്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ 2 പേര് ഒരു ബാറിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട്, നീ റൂമേഴ്സ് കേട്ടോ, അതിശക്തനായ ഒരാളെ കുറിച്ചിട്ട്, അത് വെറും വിഡ്ഢിത്തമാകും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവനെ കണ്ടു, അവൻ ശരിക്കും ഒരു ചെറിയ കുട്ടിയാണ്, ഫ്ലെയിംസ് പറത്ത് പെൺകുട്ടിയോടൊപ്പം യാത്ര ചെയ്യുന്ന ആളായിരിക്കണം അല്ലേ, ആ മുഖം മൂടി ധരിച്ച സോഡ്സ്മാൻ. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് പറയുന്നുണ്ട്, ആർത്തർ നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, യാത്ര പുറപ്പെടാനുള്ള സമയമായി. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ എപ്പിസോഡ് 12ഉം അതുപോലെ സീസൺ 1 അവസാനിക്കുകയാണ്. സോ നിങ്ങളിതിൻ്റെ സീസൺ 1 അവസാനിച്ചെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിതിൻ്റെ മാൻഗ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം.